ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ജാട്ട് എന്ന് പറയുന്ന ഹിന്ദി സിനിമയെ കുറിച്ചിട്ടാണ്. എനിക്കറിയാം ഈ ഒരു സിനിമ റിലീസായിട്ട് ഒരാഴ്ചയുടെ മുകളിലൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ കാണണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ തന്നെ അതൊരു ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസുകളുള്ള എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പ്ലസ് തമനാണ് ഇതിൽ സ്കോർ കൊടുത്തിരിക്കുന്നതൊക്കെ. സോ എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണാനുള്ള വകുപ്പ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഒന്നും പറയണ്ടല്ലോ, സ്ക്രീൻ പ്രസൻസിന്റെ തമ്പുരാൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. നമ്മുടെ ഹിന്ദി സിനിമകളിലെ സണ്ണി ഡിയോളാണ് നായകനായിട്ട് എത്തുന്നത്. സോ എന്നെ സംബന്ധിച്ച് അങ്ങേരുടെ മുമ്പത്തെ പടം ഗദർ 2 എന്നെ സംബന്ധിച്ച് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഗദർ ഒരു രക്ഷയില്ലാത്തൊരു പടം. അതിന്റെ സീക്വൻസ് ആയിട്ട് വന്നിട്ടുള്ള ഗദർ 2 അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ അവരെടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ അത്യാവശ്യം ആക്ഷൻസ് എല്ലാം ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസുകളായിരിക്കും. ഉദാഹരണത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തെലുങ്കിലെ ബാലയ്യ ഗാരുവിനൊക്കെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. പക്ഷെ ബാലയ്യ ഗാരുവിൻ്റെ അത്ര ബോറാക്കാറില്ല. കാരണം ഇങ്ങനെ കാണാൻ നല്ല സ്ക്രീൻ പ്രസൻസ്, നല്ല ബോഡിയും നല്ല ഊക്കനും ഇടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ കാണുമ്പോൾ തന്നെ. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ അറിയാവുന്ന ഒരു മനുഷ്യനാണ്. സോ ഇതൊക്കെ പോരെ ഈ ഒരു സിനിമ കാണാനുള്ള ഒരു ത്വര വരാൻ വേണ്ടിയിട്ട്. പ്ലസ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംവിധായകൻ കൂടിയാണ് ഗോപിചന്ദ് മലിനേനി. സോ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ വീരസിംഹ റെഡ്ഡി ബാലകൃഷ്ണയുടെ എടുത്തത് അങ്ങേരാണ്. ക്രാക്ക് സംവിധാനം ചെയ്തത് അങ്ങേരാണ്. സോ അങ്ങനെയുള്ള ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്ന ഒരു ഡയറക്ടറും അത്തരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്ന നായകനും വരുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഒരു സിനിമ കാണാൻ കയറുന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ അത് ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് നിന്ന് എലിവേറ്റ് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് വില്ലന്റെ ക്യാരക്ടർ. രണതുംഗ എന്ന് പറയുന്ന വില്ലൻ, ആളുടെ ഭാര്യയായിട്ട് വന്നിട്ടുള്ള റെജീന കസാൻഡ്രയുടെ പരിപാടികൾ, അനിയനായിട്ട് വന്നിട്ടുള്ള ആ ഒരു സോമലു എന്ന് പറയുന്ന ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ചങ്ങായി ഒരു രക്ഷയില്ല. വേറെ വൈബ് പരിപാടിയാണ് ചങ്ങായിമാർ ചെയ്തു വെച്ചേക്കുന്നതൊക്കെ. സോ ഈ ഒരു സിനിമ കാണാൻ ഇത്ര വൈകിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ഇനോക്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് രാത്രി 10:50 ആയിരുന്നു ഷോ. അത് കണ്ടു കഴിഞ്ഞ് വന്ന് ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 2 മണി 2:30 മണിയാവും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 4 മണിക്ക് എണീറ്റ് വർക്കിന് പോകുന്നൊക്കെ പറയണതൊക്കെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു, തിയേറ്റർ മാറി ഇവിടെ എങ്ങാനും കളിക്കുമോ എന്നുള്ളത് അറിയാൻ. അല്ലെങ്കിൽ പിന്നെ OTT കാണുന്ന നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മാപ്രാണം വർണ്ണയിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി 8:15 ഷോയ്ക്കാണ് പോയത്. സോ ആ ഒരു സിനിമ കാണുമ്പോൾ കിട്ടിയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ വില്ലന്റെ ക്യാരക്ടറാണ് ഈ പടത്തിന് ഓൾമോസ്റ്റ് ഒരു 80% അപ്ലിഫ്റ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ തമന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, സിനിമോട്ടോഗ്രാഫി, ടെക്നിക്കൽ സൈഡെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ലോജിക് എന്ന് പറയുന്ന സാധനം ഒന്ന് നോക്കിയിട്ട് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാസ് മസാല ചിത്രങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് ലോജിക്കൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കിയിട്ട് തലേന്ന് അങ്ങോട്ട് ഇറക്കി താഴേക്ക് വെച്ചിട്ട് പോവുക. അത്തരത്തിൽ കണ്ടുവരാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി മാസ് മസാല പടങ്ങൾ, ആക്ഷൻ എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നല്ല രീതിക്ക് ഇഷ്ടമാവാനുള്ള അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ലൈനും ഉണ്ട്. അത്യാവശ്യം നല്ല വെടിപ്പായിട്ട് അവർ എടുത്തും വെച്ചിട്ടുണ്ട്. ഈ സണ്ണി ഡിയോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സണ്ണി ബാജിനെ സംബന്ധിച്ച് മൂപ്പർക്ക് ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. മൂപ്പരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് ക്യാരക്ടറാണ്. ഇനിയിപ്പോൾ ഇതിലത്തെ വില്ലനല്ല, ഇതിലത്തെ വില്ലൻ്റെ അപ്പൻ്റെ അപ്പം വന്നു കഴിഞ്ഞാൽ പോലും മൂപ്പർക്ക് ഈ പറയുന്ന ആനമയിൽ ഒട്ടകം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ പരിപാടിയാണ്. മൂപ്പര് വരും, ചിരിക്കും, 2 ഇടിയും, വില്ലൻ തീരും, അത്രേ ഉള്ളൂ. ഇതിന്റെ ഇന്റർവെല്ല് വരെ പോകുന്നത് നല്ല രസമാണ്. മൂപ്പരുടെ സണ്ണി ഡിയോള് ഇഡ്ഡലി കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും കുഞ്ഞൊരു വില്ലൻ വന്നിട്ട് മൂപ്പര് നിന്ന് അറിയാണ്ട് തട്ടും. അപ്പൊ മൂപ്പര് വന്ന് പറയും, എന്നോട് സോറി പറയാന്ന് പറയും. സോറി പറയാൻ പറയുമ്പോൾ അവൻ ചിരിക്കും. നീ ആരുടെ അടുത്ത് വന്നിട്ട് അവിടെ കളിക്കണമെന്നറിയോ, മറ്റേതോ റെഡ്ഡിയുടെ പേരൊക്കെ പറയും. ഇന്റർവെല്ലിൽ വരെ ഈ ഇടി തന്നെയാണ്. ഒരു 3-4 ഇടി, ഗഡാഗഡീൻ ഇടി ഇതിൻ്റെ ഇടയ്ക്ക് തീരും. ഞാൻ വിചാരിച്ചു ഇന്റർവെല്ലിൽ എത്തിയപ്പോൾ മെയിൻ വില്ലന്റെ കാറ്റ് പോകുന്നതന്നെ ഞാൻ വിചാരിച്ചു. ഇന്റർവെല്ലിൽ പടം കഴിഞ്ഞ് ഇപ്പോൾ എന്താ കാട്ടുക എന്നുള്ളൊരു ഇതിലായിരുന്നു. അതിനുശേഷം വേറെ സംഭവം ഉണ്ടാവുന്നതും അതിനുശേഷം ഫ്ലാഷ് ബാക്കും കുറച്ച് കാര്യങ്ങളും എന്താണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നതും വില്ലന്മാരുടെ കൊടൂര വില്ലനിസങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ക്ലൈമാക്സിനകത്ത് അണ്ണം വന്ന് വീണ്ടും തൂക്കിയടിക്കും, പടം കഴിയും. അങ്ങനെയാണ് പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സസ്പെൻസ് എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പക്ഷേ സൗത്ത് ഇന്ത്യൻ സിനിമകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണാറില്ല. നമ്മുടെ പരിപാടിയിൽ നിന്ന് അവർ പിടിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പുതുമ എന്നൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആക്ഷൻ എന്റർടൈനർ എന്ന് വിളിക്കാൻ സധൈര്യം പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ജാട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോരാതെ തന്നെ ഇത് ഇത്രയ്ക്കധികം സക്സസ് ആയിട്ടുള്ള സ്ഥിതിക്ക് ഇതിന്റെ ജാട്ട് 2 എന്ന് പറയുന്ന സിനിമയും കൂടിയും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ നല്ല റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ സണ്ണി ഡിയോളിന്റെ എൻട്രിയിൽ ഒരു സോങ് കൊടുത്തിട്ടുണ്ട്. മൂപ്പരുണ്ടല്ലോ
സ്ക്രീൻ പ്രസൻസ് ആ ഒരു പാട്ടിനകത്ത് വേറെ റേഞ്ചിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ എങ്ങനെ പറയാന്നറിയില്ല. അത് ആ പാട്ടിൻ്റെ മിടുക്കാണോ സിനിമോട്ടോഗ്രാഫി ആണോ, അതായത് ഫുള്ളൊരു കാവ്യമയം. ആ കാവ്യമയത്തിൻ്റെ ഇടയിൽ കൂടെ സണ്ണി ഡിയോൾ ഇങ്ങനെ നടന്നു വരും. അതായത് കാവ്യമയം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമൻ്റെ ഒരു ഉത്സവം അവിടെ നോർത്ത് ഇന്ത്യക്കാർക്ക് അങ്ങനെയാണല്ലോ, അവർക്ക് അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ഉത്സവത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ് സണ്ണി ഡിയോളിൻ്റെ. മോനെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ പാട്ട് ഡോൾബിയിലും കൂടി കേൾക്കുമ്പോൾ എൻ്റെ അമ്മോ തമ്മൻ്റെ ബീറ്റും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ സീക്വൻസുകളെല്ലാം ഫസ്റ്റ് ഹാഫൊക്കെ ചടപടയെന്ന് പറഞ്ഞ് കഴിയും. സെക്കൻഡ് ഹാഫ് ഒരു ലിറ്റിൽ ബിറ്റ് സ്ലോ ആണ്, പക്ഷേ ഇമോഷണൽ സൈഡും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്ക് കാണിച്ചു പോകുന്നതും അതിലൊരു അമ്മയോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്, ഒരു മുത്തശ്ശിയോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട് നമ്മുടെ സണ്ണി ഡിയോള്. ആ ഒരു സീക്വൻസ് മാത്രമാണ് അങ്ങേർക്ക് ഇമോഷണലി ചലഞ്ച് ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു സംഭവമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഫുള്ള് സ്ക്രീനിനകത്ത് വരിക, രണ്ട് ചിരിക്കുക, ഇടിക്കുക, അതന്നെ പണി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, രണതുംഗ, അതുപോലെ സോമുലു, അതുപോലെ തന്നെ ആ റെജീന കസാൻഡ്രയുടെ ക്യാരക്ടർ, ഇവർ 3 പേരുടെയും അഴിഞ്ഞാട്ടം കൂടി ആകുമ്പോൾ പട്ടം പക്ക ഒരു മാസ് മസാല ആക്ഷൻ എൻ്റർടൈനർ എന്ന് പക്കയായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമ. ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു 16 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾ മാത്രമേ ഈ സിനിമ കണ്ടാൽ മതി. കാരണം വില്ലന്മാരുടെ സൈഡിൽ നിന്ന് തല വെട്ടിയെടുക്കുന്ന സീക്വൻസുകളാണ് ഓൾമോസ്റ്റ് കുറേ. പിന്നെ അതുപോലെ കൈവിരലുകൾ മുറിക്കൽ, വെട്ടിക്കൊല്ലുക, കുത്തിക്കൊല്ലുക, അങ്ങനത്തെ കുറേ പരിപാടികൾ ഈ ഒരു സിനിമയ്ക്കുണ്ട്. സോ 10-16 വയസ്സ് കഴിഞ്ഞവർ ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു ഡോൾബി സിസ്റ്റം ഒക്കെ ഉള്ള തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നല്ലൊരു മാസ് ആക്ഷൻ സിനിമ പ്രേമിയും കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശകലനം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ സണ്ണി ഡിയോളിനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി പടം കണ്ടു നോക്കാം. 2 കൊല്ലത്തിലൊക്കെ ഒരു പടമൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊരു ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.